ഇതിലിപ്പോൾ ആദ്യം അറിയേണ്ടത് നമ്മൾ തൃശ്ശൂരിലെ മറ്റത്തൂരിൽ സംഭവിച്ച കാര്യങ്ങളാണ്. കോൺഗ്രസിനത് UDF ഉണ്ടാക്കിയത് ചില്ലറ നാണക്കേടൊന്നുമല്ല. ഇപ്പോൾ സനിസ സംസാരിച്ചതുപോലെ അയിരൂരിൽ BJPയെ പുറത്താക്കാൻ UDFും LDFും ഒരുമിക്കുന്നതാണ് അയിരൂരിൽ കണ്ടതെങ്കിൽ മറ്റത്തൂരിൽ കണ്ടത് LDFനെ CPMനെ പുറത്താക്കാൻ കോൺഗ്രസും BJPയും കൂടി ഒരുമിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചത്? അവിടെ ശരിക്കും ഏത് ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്? മറ്റിടങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് മധ്യകേരളത്തിൽ ഇങ്ങനെ വിചിത്ര സഖ്യങ്ങളും നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്? ഗുഡ് മോർണിംഗ്. അത് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിനെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് മറ്റത്തൂരിൽ നടന്നത്. 8 അംഗങ്ങളാണ് കോൺഗ്രസിന് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. പക്ഷേ ഫലത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് അവിടെ ഒരംഗം പോലും ആ പഞ്ചായത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. കോൺഗ്രസും BJPയും ചേർന്ന് അവിടെ LDFനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമിച്ചത്. ഈ സഖ്യചർച്ച നടത്തിയ DCC ഭാരവാഹിയെയും ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയെയും ഇന്നലെ ഉച്ചയോടെ തന്നെ KPCC പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് 8 മണിയോടെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ 8 അംഗങ്ങളെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതായി KPCC പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. പക്ഷേ ഇവർ അതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി കാണിച്ചുകൊണ്ട് DCC പ്രസിഡന്റിന് ഇവരുടെ രാജിക്കത്ത് 8 മെമ്പർമാരും ഇവരുടെ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് അംഗങ്ങളും BJPയുടെ 4 അംഗങ്ങളും ചേർന്നാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 13 പേർ ചേർന്നാണ് അവിടെ ഒരു ഭരണപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് തൽക്കാലം ഇപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. BJPയും കോൺഗ്രസിന്റെ ജയിച്ച അംഗങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ പ്രസിഡന്റാക്കിയത്. ഏതായാലും അതിനുശേഷം ഇവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. നിലവിൽ കോൺഗ്രസിന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ CPM ആയിരുന്നു, അവിടെ LDF ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 10 ആളുകളായിരുന്നു, 10 മെമ്പർമാരായിരുന്നു LDFന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസിൽ നിന്നും ജയിച്ച ആളുകളും BJPയും ഒക്കെ ചേർന്ന് അവിടെ LDFനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ഏതായാലും അത് വലിയ നാണക്കേട് കോൺഗ്രസിന്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഒരു മെമ്പർ പോലും ഇല്ലാത്തൊരവസ്ഥ പഞ്ചായത്തിൽ കോൺഗ്രസിന്. ഈ വടവുകോട് പുത്തൻകുരിശ് ബ്ലോക്ക് പഞ്ചായത്തിൽ അവിടെ 2020 വിട്ടുനിന്നതോടെ നറുക്കെടുപ്പിലേക്ക് പോവുകയായിരുന്നു. LDF അവിടെ ഭരണം പിടിച്ചു. പക്ഷേ വടവോട് ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നപ്പോൾ 2020 അവിടെ വിട്ടുനിന്നില്ല. പകരം UDFനെ സഹായിക്കുന്ന അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടെ UDF അവിടെ ഭരണം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വെങ്ങോല പഞ്ചായത്തിൽ ക്വാറം തികയാത്തതിനാൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഒപ്പം ഈ തൃശ്ശൂരിൽ തന്നെ ചേലക്കര പഞ്ചായത്തിൽ LDFന്റെ ഒരു അംഗം UDFന് വോട്ട് ചെയ്തു. അവിടെ 2 പാർട്ടികൾക്കും 2 മുന്നണിക്കും 6 സീറ്റുകൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ LDFന്റെ ഒരു അംഗം UDFന് വോട്ട് ചെയ്തതോടെ UDF അവിടെ ഭരണം പിടിക്കുകയായിരുന്നു. പാറളം പഞ്ചായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ UDFന്റെ ഒരു വോട്ട് അസാധുവായതോടെ BJP അവിടെ ഭരണം പിടിച്ചു. അവിടെ BJPക്കും UDFനും 5 അംഗങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ UDFന്റെ ഒരു വോട്ട് അസാധുവായതോടെ അവിടെ BJP ഭരണം പിടിക്കുകയായിരുന്നു. കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPIയുടെ പിന്തുണയോടെ UDF വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് SDPIയുടെ പിന്തുണ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. SDPI പിന്തുണ ലഭിച്ച സ്ഥലങ്ങളിലൊക്കെ രാജിവെക്കുകയും ചെയ്തപ്പോഴും SDPIയുടെ പിന്തുണയോടെ ഈ കുന്നംകുളം ചൊവ്വന്നൂരിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചിരിക്കുന്നു. ആലപ്പുഴ പുളിങ്കുന്നിലാണ് കോൺഗ്രസിനെ ഞെട്ടിച്ച മറ്റൊരു സംഭവം നടന്നത്. അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരാൾ പിന്നീട് LDFലേക്ക് പോയി, കൂറുമാറി LDFിൽ പോയി അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിന്ന് അവിടെ വിജയിക്കുന്നു. അതോടെ LDF ആ പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 10ാം വാർഡിലെ മെമ്പറായിരുന്ന ഔസേപ്പച്ചൻ വെമ്പാടന്തറയാണ് അത്തരത്തിൽ കൂറുമാറി LDFിലേക്ക് പോയത്. കോട്ടയം എരുമേലി അടക്കമുള്ള സ്ഥലങ്ങളിൽ UDF വിട്ടുനിന്നതോടെ കോറം തികയാത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും വലിയ വിജയം നേടിയപ്പോഴും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം കൂറുമാറ്റവും അല്ലെങ്കിൽ BJPയുമായും SDPIയുമായുള്ള ധാരണയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. ജിൽസി, സൈഫു.